കൊച്ചിയിൽ റിട്ടയർഡ് ജഡ്ജിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ കൊച്ചി സൈബർ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് റിട്ടയർഡ് ജഡ്ജി ശശിധരൻ നമ്പ്യാരിൽ നിന്നും ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ 90 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത വാർത്ത പുറത്തു വന്നത്. ഈ കേസിന്റെ അന്വേഷണം എത്തിയത് തലശ്ശേരി സ്വദേശികളിലേക്കാണ്. ഇവർക്ക് ഉത്തരേന്ത്യൻ സംഘങ്ങളുമായി ബന്ധമുണ്ടോ? ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സൈബർ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ആജ്ഞ? ഇതുമായി ബന്ധപ്പെട്ട ഈ 3 പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അതേസമയം 3 പേരല്ല, ഇനിയും 6 പ്രതികളെ കൂടി പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രതികൾക്ക് വേണ്ടിയാണ് ഇവർ തലശ്ശേരി ഭാഗത്തേക്ക് ഇവിടുന്ന് കൊച്ചിയിലെ സൈബർ പോലീസ് വിങ് പോയത്. അതേസമയം ചോദ്യം ചെയ്യലിനിടെ, അതായത് 2 പേരെ പിടികൂടുന്നതിനിടെയാണ് 3-മതൊരാൾ കൂടി ഈ കേസിൽ പിടിയിലാകുന്നത്. എന്തായാലും തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ സൈബർ പോലീസ് കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ പിടിയിലായ സംഘങ്ങൾ പിടിയിലായിട്ടുള്ളത്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം SHO ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഈ ഓൺലൈൻ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് ഈ ജഡ്ജിയുടെ കയ്യിൽ നിന്നും 90 ലക്ഷം രൂപ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ, അതായത് ഈ സമൂഹത്തിൽ നമ്മൾ പറ്റിക്കപ്പെടില്ല എന്ന് കരുതുന്ന ആളുകൾ പോലും ഇത്തരം സംഘങ്ങളുടെ വലയിലാകുന്നു എന്നുള്ളതാണ് ഇത് അതിശയം. ഇതിൽ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഇതുണ്ടാക്കി, അതായത് ലോഗോ ഉണ്ടാക്കി, ആ ലോഗോ ഉപയോഗിച്ചിട്ടാണ് ഈ ട്രേഡിംഗ് ആപ്പ് തയ്യാറാക്കിയിരുന്നത്. അതായത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് കൂടി ഇതിൽ പറ്റിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം, അതായത് 100 രൂപയ്ക്ക് 80% അല്ലെങ്കിൽ 70 രൂപ എന്നുള്ള കണക്കിലൊക്കെ ലാഭം പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ ആലോചിക്കണം, ഇതൊക്കെ തട്ടിപ്പിന്റെ ഇടങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള സാഹചര്യം, ഇത് ഒരുപക്ഷെ ക്രിപ്റ്റോ കറൻസി കൺവേർട്ട് ചെയ്യുന്നതിലുള്ള തുകയുടെ അത് എത്രയും ശതമാനം ഏറുന്നത് അങ്ങനെ ആയിരിക്കാമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘങ്ങൾ മുന്നേറുന്നത്. ഈ ചെറിയ ചെറിയ തുകയ്ക്കൊക്കെ പെട്ടെന്ന് റിട്ടേൺ കിട്ടുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ പല ഉന്നതർ പോലും ഈ ഓൺലൈൻ തട്ടിപ്പിന് ഇരകളാകുന്നുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഒരു മെത്രാപ്പൊലിത്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ്, ആലപ്പുഴയിലെ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ദമ്പതികളിൽ നിന്നും 7 കോടി രൂപയായിരുന്നു തട്ടിയെടുത്തത്. ഏറ്റവും ഒടുവിലാണ് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയിൽ നിന്നും 90 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഈ തട്ടിപ്പ് പണം ഈ പ്രതികൾ എന്തു ചെയ്തിരിക്കാം? മാത്രമല്ല, നിലവിൽ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് ഈ തലശ്ശേരി സ്വദേശികളായിട്ടുള്ള നിലവിൽ പിടിയിലായിട്ടുള്ളവരാണോ, അതോ ഉത്തരേന്ത്യൻ ലോബിയാണോ? അല്ല ടോം, ഇവർ സംഘ അംഗങ്ങൾ മാത്രമാണ്. ഇതൊരു വലിയ ലോബിയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് ഇവരുടെ ശൃംഖല വ്യാപിച്ചിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷെ മാത്രമല്ല, ചൈനയിൽ നിന്നുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ ഭാഗമാണോ ഇവരെന്നുകൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ പിടിയിലായ 3 പേർ, ഇനി 6 പേരുടെ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പിടിയിലായ 3 പേർ ഈ ചെറിയ സംഘങ്ങളോ അതല്ലെങ്കിൽ അവര് മാത്രമായിട്ട് ഈ 90 ലക്ഷം രൂപ പറ്റിച്ചെടുത്തതോ അങ്ങനെയല്ല. അതൊരു വലിയ ലോബിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ചൈന ഉൾപ്പെടെയുള്ള ഈ ഇത്തരം ശൃംഖല വ്യാപിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളവരാണോ എന്നുള്ള കാര്യം കൂടി വ്യക്തത വരാനുണ്ട്. മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെയോ ഓൺലൈൻ ഗെയിമുകളിലൂടെയോ ഒക്കെ പണം നൽകുന്ന സാഹചര്യം, ഇതൊരു നിശ്ചിത സമയത്തേക്ക് ആ പണം സേവ് ചെയ്ത് വെക്കാനുള്ള ഇടമായിട്ടാണ് ഇത്തരം ഇടപാടുകാർ കാണുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഗെയിമിൽ നിന്ന് 100 രൂപ ലഭിക്കുന്നു. ആ 100 രൂപയുടെ കള്ളപ്പണം അല്ലെങ്കിൽ തട്ടിപ്പിന്റെ അനധികൃത പണം 100 രൂപ മറ്റൊരാളുടെ അക്കൗണ്ടിൽ തൽക്കാലത്തേക്ക് നിക്ഷേപിക്കുന്നു. പിന്നീട് അത് ആ വലിയ തുക നിക്ഷേപിക്കുമ്പോൾ അത് മുഴുവൻ കൂടി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കുട്ടികൾ പോലും ഈ ഒരു
ഗെയിമിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി തീർന്നൊരവസ്ഥ കൂടിയുണ്ട്. അത് ഒന്നുകിൽ ഇത്തരം കേസ് നടപടികളോ ഒക്കെ വരുമ്പോൾ മാത്രമായിരിക്കാം മാതാപിതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് ഇത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളായിരുന്നു, അല്ലെങ്കിൽ ഇത് അനധികൃതമാണ് എന്ന് മനസ്സിലാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ കൊച്ചുകുട്ടികൾ പോലും പല രീതിയിൽ ഓൺലൈൻ ഗെയിമുകളുടെ അടിമത്തത്തിൽപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ ലോൺ ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടവരുണ്ട്, പിന്നീട് ആത്മഹത്യയിലേക്ക് പോയ കുടുംബങ്ങൾ പോലുമുണ്ട്. ഇവിടെ നമുക്കറിയാം ഈ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുകയും ഓരോ ദിവസവും കേരളത്തിൽ നിന്ന് മാത്രം കോടികൾ നഷ്ടപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തന്നെ കേരളത്തിൽ നിന്നും 500 കോടിയിലധികം രൂപ ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ പലരിൽ നിന്നായി തട്ടിയെടുത്തായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതേ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പോലും ആ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴും തട്ടിപ്പുകൾ നടക്കുന്നു, പലരും കെണിയിൽ വീഴുന്നു. ഈ സംഘം, ഈ റിട്ടയർഡ് ജഡ്ജിയിൽ നിന്നും 90 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘം കൂടുതൽ പേരെ കബളിപ്പിച്ചിട്ടുണ്ടോ, കൂടുതൽ പേരിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അത്തരം കാര്യങ്ങളിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 3 പേര് പിടിയിലായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ 6 പേരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള 6 കുറ്റവാളികളുടെ ഡീറ്റെയിൽസ് കൂടി പോലീസിന്റെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 6 പേരുടെ വിവരങ്ങളും അവർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് കൊച്ചി സൈബർ പോലീസ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഈ വിവിധ തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെ തരത്തിൽ ആളുകളെ സമീപിക്കുന്നുണ്ട് സൈബർ കുറ്റവാളികൾ, അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പിന് ഇരയാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ ഇപ്പോൾ ഫോണിന്റെ ഡയലർ ടോണൊക്കെ ആയിട്ടൊക്കെ നമ്മളത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ ഇതിൽ ചെന്ന് പെടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന 500 കോടിയിലധികം രൂപ വരുന്ന വലിയ തട്ടിപ്പിന് ഇരയാകുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഇത്തരം വലിയ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോഴും ഇത്തരം നിർദ്ദേശങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടാകുന്നില്ല. അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ നിരക്ഷരരാണ് എന്നുള്ള ഒരു വസ്തുത കൂടിയാണ് വ്യക്തമാകുന്നത്. കാരണം ഇത്തരം തട്ടിപ്പുകൾ നിരന്തരം ആവർത്തിക്കുന്നു. അതും റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 90 ലക്ഷം രൂപ, ഡോക്ടർ ദമ്പതികളുടെ നിന്നും 7 കോടി രൂപ, കൊച്ചിയിലെ തന്നെ മറ്റൊരു സ്ത്രീയിൽ നിന്ന് 4 കോടി രൂപ, ഇതൊക്കെ നമ്മൾ വെറുതെ അതായത് ഇവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, എന്തൊക്കെയാണ്, എത്രയാണ് ഇവരുടെ ബാങ്ക് ബാലൻസ്, ഈ പറയുന്നത് പോലെ നമ്മുടെ സെക്യൂരിറ്റി മെഷർമെന്റ്സ് ഫോണിലായാലും മറ്റു സാഹചര്യങ്ങളിലായും ഏറുന്നതിനനുസരിച്ച് തന്നെ അത് ബ്രേക്ക് ചെയ്യാനുള്ള ക്രൈം ഇതും സാധ്യതയും ഏറുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള തരത്തിലുള്ള കുറ്റവാളികൾ ഏറുകയാണ്, സൈബർ കുറ്റവാളികൾ ഏറുകയാണെന്ന് എന്നുള്ളത് വാസ്തവമാണ്. ഇത് നമ്മൾ ഏത് തരത്തിലുള്ള സെക്യൂരിറ്റി മെഷർമെന്റുകൾ ഉപയോഗിക്കപ്പെടുമ്പോഴും അതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇത്ര വലിയ കുറ്റകൃത്യങ്ങൾ, വലിയ തുക തട്ടിക്കപ്പെടുന്നതും അതിന് തട്ടിപ്പിനിരയാകുന്നത്, വലിയ തുകയ്ക്കുള്ള തട്ടിപ്പിനിരയാകുന്നത്. സമ്പത്തുള്ള ആളുകളുടെ ബാങ്കിൽ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റിട്ടയർഡ് ജഡ്ജിയിൽ നിന്നും ഓൺലൈൻ തട്ടിപ്പിലൂടെ 90 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് 3 പ്രതികൾ, തലശ്ശേരി സ്വദേശികളായ 3 പേർ പിടിയിലായിരിക്കുന്നു. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നും ഉടൻ തന്നെ കൂടുതൽ പേർ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്നുമാണ് കൊച്ചി സൈബർ പോലീസ് നൽകുന്ന വിവരങ്ങൾ.